ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആപ്പ് പുതിയ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ അതിൽ നമുക്ക് എങ്ങനെ ബാങ്കിൽ പോകാണ്ട് നമുക്ക് പുതിയ ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാം, അങ്ങനെയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ BSNLൻ്റെ ആപ്പ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ SIB മിറർ പ്ലസ് ആണ്. ഇതിന് ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നു. അപ്പോൾ അതിന് ശേഷം ആപ്പ് അടിമുടി ഫുൾ മാറി. അപ്പോൾ പുതിയ അപ്ഡേറ്റും പുതിയ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് പുതിയ UA ഒക്കെ ആയി ഫുള്ളായിട്ട് മാറി അങ്ങോട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സൈൻ ഇൻ ചെയ്യാം. ഞാനിപ്പോൾ ഇത് കയറാനുള്ള പ്രൊട്ടക്ഷനിലാണ് ഫിംഗർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ ഇപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ലോഗിന് മുമ്പ് തന്നെ കാണിക്കുന്നത് നമ്മുടെ പേരും അതുപോലെ റെഫറൽ കോഡൊക്കെയാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പാസ്വേഡിനും ഫിംഗർ പ്രിൻറ്റിനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കയറാം. അപ്പോൾ കയറിയ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ്, അതുപോലെ ലോക്ക്, അതുപോലെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഭീം UPI, അതുപോലെ ലോക്ക്, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ ആപ്പിൽ തന്നെ ഇപ്പോൾ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഡെപ്പോസിറ്റിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ മൊബൈൽ റീചാർജ്, മൊബൈൽ പേയിങ്, അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ഒരു യൂസർ ഇൻ്റർഫേസ് ഭയങ്കര ഈസി ആയിട്ട് തന്നെ പറയാം. ഇത്ര ഇത് ഈസി ആണെന്നില്ല മുമ്പത്തെ വെർഷൻ. നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആദ്യം വരുന്നവർക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു കുഴപ്പമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ചെയ്യാനുള്ള സർവീസ് ആൻഡ് റിക്വസ്റ്റ് ആണ്. അതിൽ നമുക്കിപ്പോൾ ഡെബിറ്റ് കാർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ഓൾറെഡി ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. എൻ്റെ റൂപേയുടെ കാർഡാണ്. അപ്പോൾ ഞാൻ റൂപേന്ന് വിസയിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ന്യൂ കാർഡ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10 days വരുന്നതാണ് പറഞ്ഞത്. നമുക്ക് കാണിക്കുമ്പോൾ അപ്ലൈ ന്യൂ കാർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഇപ്പോഴത്തെ കാർഡിൻ്റെ ഡീറ്റെയിൽസും വരും. അപ്പോൾ നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ റൂപേ ക്ലാസിക് ഉണ്ട്, വിസ ഉണ്ട്, മാസ്റ്റർ കാർഡ് ടൈറ്റാനിയം ഉണ്ട്, റൂപേ പ്ലാറ്റിനം ഉണ്ട്, അതുപോലെ മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ഉണ്ട്. നമുക്കിതിൽ ഏതാ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഡെലിവറി അഡ്രസ്സും കൊടുക്കാം. ഒന്നെങ്കിൽ ബാങ്കോടൊക്കെ നമ്മുടെ ഓൾറെഡി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോ അഡ്രസ്സും ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിലെ വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UPI അല്ല നമ്മുടെ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാധനം റിക്വസ്റ്റ് പ്രോസസ്സിങ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു 10 days അത് വരും. അങ്ങനെ ഇതാണ് സംഭവം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കൂടെ വേറെ ഓപ്ഷൻസും കാണാം. ഇവിടെ റീസെറ്റ് പിന്ന് കാണാം, അതുപോലെ യൂസേജ് മാനേജ് കാണാം, അതുപോലെ ബ്ലോക്ക് കാർഡും കാണാം. അപ്പോൾ ഒരു എന്തുകൊണ്ടൊരു നല്ല ആപ്പ് തന്നെയാണ്. അപ്പോൾ അപ്ഡേറ്റ് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുണ്ട്. ഇത്ര ഫീച്ചേഴ്സും പണ്ടത്തെ മെയിൻ ആപ്പിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഭയങ്കര യൂസർ ഇൻ്റർഫേസ് ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഒരു സാധനം കണ്ടുപിടിക്കാൻ ഒരു കുറഞ്ഞ കാറം കണ്ടുവരും, അങ്ങനത്തെ ഒരു കുഴപ്പമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സ്കാൻ ആൻഡ് പേൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ കാണാം. അതുപോലെ റീചാർജ് ആൻഡ് ബിൽസിൻ്റെ ഓപ്ഷൻസും ഇവിടെയൊക്കെ നിങ്ങൾക്ക് താഴെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ഇപ്പോൾ എൻ്റെ പേരും എൻ്റെ കസ്റ്റമർ ID കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രയോറിറ്റി ബാങ്കിങ് ജോയിൻ ചെയ്യണമെന്ന് വെച്ചിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെറ്റിങ്സ് ഉണ്ട്, അതുപോലെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൂടി ഉണ്ട്, ക്യാഷ് ബാക്കിൻ്റെ, അതുപോലെ ആപ്പിൻ്റെ വേർഷൻ ഇതൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് 8.1 ആണെന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് 8 ആയിരുന്നു. അപ്പോൾ അത് അത്ര നന്നായിട്ടുണ്ടാകുന്നില്ല. യൂസർ ഇൻ്റർഫേസൊക്കെ പഴയ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ചെക്ക് ബുക്കോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ആപ്പിൽ കയറിയാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് അവർ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലും കയറിയാൽ മതി. സെയിം ഓപ്ഷൻ അവർ ഇൻ്റർനെറ്റ് ബാങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് സർവീസസിന് കാണാം. അതിൽ കയറി കഴിഞ്ഞാൽ സർവീസ് റിക്വസ്റ്റ് കാണാം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊക്കെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. വേറെ നമ്മുടെ ബാങ്കിൻ്റെ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ടൈമിൽ ബാങ്കിൽ ഫോണൊന്നും സേഫ് അല്ല. അപ്പോൾ ഈ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.